ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടെ പീഠഭൂമികളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഇത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ SCERT ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഹിമാലയ പർവ്വതത്തെക്കുറിച്ചും ഉത്തരേന്ത്യൻ സമതലങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇനി ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതിനാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഒന്ന് ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നമുക്ക് കൂടുതൽ ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. പീഠഭൂമി എന്നാൽ എന്താണ് പീഠഭൂമി? ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. അപ്പോൾ പീഠഭൂമികൾ എന്താണ്? അത് മറ്റു ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നു സ്ഥിതി ചെയ്യുന്നു, ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഒരു ഉപരിതലവുമുണ്ട് ഈ ഭൂപ്രദേശത്തിന്. ഇതിനെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ 3ആയിട്ട് നമ്മൾ തിരിക്കുന്നു. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികളെന്നും പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ഈ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ തരംതിരിക്കുന്നു. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉപദ്വീപീയ പീഠഭൂമി പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്ന് ഭൂപടത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ വരുന്നുണ്ടെന്നുള്ളത് ഈ പിക്ചർ നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം മധ്യപ്രദേശുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയുണ്ട്, ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇനി അതിനുശേഷം അടുത്ത ഒരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പർവ്വതനിരകളും അതിൻ്റെ അളവുകളുമൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ 2ആയി തിരിക്കാം. ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കുന്നു. അപ്പം 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ, അതായത് ഈ ഉപദ്വീപീയ പീഠഭൂമിയെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു. ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചൊന്ന് നോക്കാം. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. അപ്പോൾ ഡെക്കാൻ എന്ന പേര് എങ്ങനെ വന്നു?
തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം, വ്യാപ്തി ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 3.2 പിക്ചർ 3.2 ഡെക്കാൻ പീഠഭൂമിയുടെ നമുക്ക് പിക്ചറിലൊന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് സ്ഥാനവും വ്യാപ്തിയും. അപ്പോൾ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. 300 മീറ്ററിനും 600. ഇത് കണ്ടോ ഡെക്കാൻ പീഠഭൂമി ഇവിടെ തന്നിരിക്കുന്നത്, നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട്. ഇതാണ് പശ്ചിമഘട്ട മലനിരകൾ, ഇത് പൂർവ്വഘട്ട മലനിരകൾ. ഈ പശ്ചിമഘട്ട മലനിരകൾക്കും പൂർവ്വഘട്ട മലനിരകൾക്കും ഇടയിലായിട്ടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനമെന്ന് പറയുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാൽ ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിൽ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാൽ രൂപമാണ് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായതാണ് ഈ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് എന്നിവ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം എന്താണ്? അത് ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മേഖലയെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ്. ബസാൾട്ട് ശിലകളാൽ രൂപം കൊണ്ട വടക്കു പടിഞ്ഞാറ് ഭാഗം, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് മേഖലയുടെ സവിശേഷത എന്താണ്? ഈ ബസാൾട്ട് ശിലകൾക്ക് ഒരു അപക്ഷയം സംഭവിച്ച് അവിടെ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നതാണ് ഈ മേഖലയുടെ പ്രത്യേകത. അപ്പോൾ ഈ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിൽ കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. അപ്പോൾ കറുത്ത മണ്ണിനെ നമ്മൾ റിഗർ മണ്ണ് എന്നും വിളിക്കുന്നുണ്ട്. കറുത്ത മണ്ണിനെ എന്തെന്നും വിളിക്കുന്നുണ്ട്? റിഗർ മണ്ണെന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ റിഗർ മണ്ണിൻ്റെ ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിൽ കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നു. കറുത്ത പരുത്തി മണ്ണ്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, ആലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. റിഗർ മണ്ണിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ. ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളാകുന്ന പശ്ചിമഘട്ടവും പൂർവ്വഘട്ട മലനിരകളും ചിത്രത്തിൽ ഭൂപടത്തിൽ നിന്ന് നമ്മൾ കണ്ടു അല്ലേ? ഡെക്കാൻ ഭൂമിയുടെ അതിരാകുന്ന പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കണ്ടില്ലേ? ഇതാണ് പശ്ചിമഘട്ടം, ഇതാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സഹ്യപർവ്വത നിരയ്ക്കുള്ളത്. സഹ്യപർവ്വത നിരയുടെ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്ക് നിന്ന് തെക്കോട്ടെന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ആനമുടി ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണല്ലേ?
കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട നിരയ്ക്കും മലനിരയ്ക്കും കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്ന പേരിലും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് ആനമുടിയുടെ പേര്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട ഈ മേഖലയിൽ ഏറ്റവും പ്രധാന കൊടുമുടിയാണ്. അപ്പം 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട 2637 മീറ്റർ ഉയരത്തിലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പ്രധാന 2 കൊടുമുടികളാണ് ആനമുടിയും ദോഡാബെട്ടയും. ഉപദ്വീപീയ ഇന്ത്യയിലും സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഇനി ചിത്രം 3.2 നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചിത്രം 3.2 ഇതാണ് ചിത്രം 3.2. ഇവിടെ ദോഡാബെട്ട കഴിഞ്ഞിട്ട് ജാവടി, പാൽക്കൊണ്ടമല, നല്ലമല എന്നീ മലനിരകളും നമുക്ക് തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം കണ്ടല്ലോ. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം. അപ്പോൾ എവിടെയാണ് നമ്മുടെ ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി എന്നിവ പൂർവ്വഘട്ടത്തിലെ മലനിരകളാണ്. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിൻ്റെ ആകെ നീളം. പൂർവ്വഘട്ടം എവിടം മുതൽ എവിടം വരെയാ? ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകൾ വരെയാണ് ഏകദേശ നീളം എന്ന് പറയുന്നത്. 800 കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിൻ്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത്. മധ്യ ഉന്നതതടം, ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി മധ്യ ഉന്നതതടം നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മധ്യ ഉന്നതതടം എന്നും ഡെക്കാൻ പീഠഭൂമി എന്നും. അപ്പോൾ മധ്യ ഉന്നതതടം സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നതതടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. അപ്പം ഈ മധ്യ ഉന്നതതടത്തെ എന്താ വിളിക്കുന്നത്? മാൾവ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരയാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ്. മൗണ്ട് അബു എവിടെയാണ്? ആരവല്ലി നിരയിലാണ് മൗണ്ട് അബു. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? അത് മൗണ്ട് അബു ആണ്. ഓക്കെ. ഇനി മധ്യ ഉന്നതതടത്തിൻ്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. അപ്പോൾ രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി മധ്യ ഉന്നതതടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധാതു വിഭവങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ധാതുക്കളുടെ കലവറ എന്ന് പറയാം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ.
തമിഴ്നാട്, ഇനി നീലഗിരിയെക്കുറിച്ചാണ് പറയുന്നത്. തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ഉദംഗമണ്ഡലം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടി. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. ഇനി ഉപദ്വീപ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ താപനിലയിലും മഴയിലും ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ ഇവിടെയും പ്രകടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂണിൻ്റെ ഗതി. അപ്പോൾ എന്തൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഉഷ്ണമേഖലയിലെ അവയുടെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയിലെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്ത് ശരാശരി താപം 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്നതിനെക്കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതെ, രാജസ്ഥാനിലെ ജയ്സാൽമേർ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകളും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദൈനിക താപാന്തരം എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവ് ഒഴികെയുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 250 സെൻറ്റിമീറ്റർ മുതൽ 400 സെൻറ്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചെരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചെരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. അതായത് 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ഇവിടെ മഴ ലഭിക്കുന്നത്. ഇത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ മഴ നിഴൽ പ്രദേശങ്ങളെന്ന് വിളിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദീതടങ്ങളിൽ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്.
വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിൻ്റെ ആനുകൂല്യമൊന്നും ലഭിക്കാറില്ല. ഇനി എന്താണ് മഴനിഴൽ പ്രദേശം എന്ന് നോക്കാം. കടലിൽ നിന്നും ഈർപ്പം പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കാം. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ ഇവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങളെന്ന് വിളിക്കുന്നു. ഇനി ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ പരിച്ഛേദം ചിത്രകാരൻ്റെ ഭാവനയിൽ തന്നിരിക്കുന്നതാണിത് കേട്ടോ. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തിരിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളെന്നും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളെന്നും വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികളെന്നും ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു? പശ്ചിമഘട്ടത്തിൽ. ഇനി ഇവിടെ വൃഷ്ടിപ്രദേശം, തീർത്ഥടം, ജലവിഭാജകം എന്നിങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. വൃഷ്ടിപ്രദേശം എന്താണ്? വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. നീർത്തടം എന്താണ്? ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത്. ഒരു നദിയും ജലവിഭാജകം. എന്താ ജലവിഭാജകം? രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്നാണ് വിളിക്കുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്കുദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നത്. അപ്പം മഹാനദി, ഗോദാവരി, ഈ നദികളും ഇവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ നടുവിലൂടെ ഒഴുകി, അതായത് കീറി മുറിച്ചുകൊണ്ട് അല്ലേ, കിഴക്കു ദിശയിൽ ഒഴുകി കിഴക്കൻ സമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് ചേരുന്നു. നദികൾ ഉത്ഭവം, പ്രധാന പോഷക നദി, നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോക്സ്. മഹാനദിയുടെ ഉത്ഭവം റായ്പൂരിലെ സിഹാവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റായ്പൂരിലെ സിഹാവ അതെവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പം ഛത്തീസ്ഗഡിൽ റായ്പൂരിലെ സിഹാവയിൽ നിന്നും ഉത്ഭവിച്ച് ഈ നദിയുടെ, മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഇബ്ബ്, ടെല്ല്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇബ്ബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ഇബ്ബ്, മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്ബ്, ടെല്ല് എന്നിവയാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. മഹാനദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി നദി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് പ്രാൺ,
പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഇന്ദ്രാവതി, ശബരി ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ദ്രാവതി, ശബരി, പ്രൺഹിത ഗോദാവരിയുടെ പോഷക നദികളാണ്. ഇത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവ പ്രധാന പോഷക നദികളാണ്. തുംഗഭദ്ര, ഭീമ, കൊയ്ന. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ നദി ഒഴുകുന്നത്. കാവേരി നദി കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. കബനി, ഭവാനി, അമരാവതി എന്നിവ പ്രധാന പോഷക നദികളാണ്. കബനി, ഭവാനിയും നമ്മുടെ കേരളത്തിൽ കൂടിയും ഒഴുകുന്നുണ്ട് അല്ലേ. അപ്പം നദീതടം എന്ന് പറയുന്നത്, അതായത് കാവേരി നദി ഒഴുകുന്നത് കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗോദാവരി നദിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി നദി. ഈ ഗോദാവരി നദിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരി, രണ്ടാമത് കൃഷ്ണ, മൂന്നാമത് കാവേരി നദിയാണ്. കാവേരി നദിയുടെ കേരളത്തിലെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഭവാനി, കബനി, ഭവാനി. കാവേരി നദീജല തർക്കത്തെക്കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കർണാടക, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ 1924 മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്നും കർണാടക സംസ്ഥാനം എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കും എന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രൈബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിലെ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടാകുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 270 ജലം കർണാടകത്തിനും 300 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. 1 TMC എന്ന് പറയുന്നത് 1000 ദശലക്ഷം ക്യൂബിക് അടിയാണ്. തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. ഉപദ്വീപീയ നദികളിൽ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് ഇവ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. വറ്റാത്ത കാവേരി. ഉപദ്വീപിലെ മറ്റ് നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കുകിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് കാവേരി നദിയിലെ ജലം വറ്റാത്തതിന് കാരണമായി പറയുന്നത്. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏറെയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിൽ ഉദ്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമുദ്രത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉദ്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നു. നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടകിൽ നിന്നാണ്. നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹിരൻ, ബൻചാർ. ഈ നദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്രയാണ്. താപ്തി നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ മുൾത്തായിൽ നിന്നാണ്. പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഗിർന. നദീതടം അല്ലെങ്കിൽ നദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തന്നെയാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ.
നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളായി കണക്കാക്കുന്നു. ഗംഗയിലേക്കെത്തുന്ന ഉപദ്വീപീയ നദികളെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകുന്ന യമുന നദിയിലേക്ക് നേരിട്ട് ഗംഗയിലേക്കും വന്നു ചേരുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കാണുക. ഡീറ്റെയിൽഡായിട്ട് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ചമ്പൽ റവൈനുകൾ. എന്താണ് ചമ്പൽ റവൈനുകൾ? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. ഈ പിക്ചറിൽ തന്നിരിക്കുന്നതാണ് റവൈനുകൾ. ഓക്കെ. ഇനി ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികൾ ഏറെ നാം പ്രയോജനപ്പെടുത്തുന്നു. നദീതട പദ്ധതിയായ ഹിരാകുണ്ട് മഹാനദിയിലാണ്. ഒഡീഷയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി കർണാടകത്തിലെ തുംഗഭദ്ര നദിയിൽ കൃഷ്ണ നദിയുടെ പോഷക നദിയായ തുംഗഭദ്ര നദീതട പദ്ധതി നിർമ്മിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ട്, കർണാടകത്തിലെ കാവേരി നദിയിലെ കൃഷ്ണരാജസാഗർ അണക്കെട്ടും ആന്ധ്രാപ്രദേശ് ഗോദാവരി നദിയിൽ നിസാം സാഗർ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോക്സ്, എല്ലാവരും പഠിക്കണം കേട്ടോ. എന്താണ് ഈ വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുത ഉൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശ്യങ്ങളായി പറയുന്നത്. പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയും ഭൂപ്രകൃതിക്കും അനുസൃതമായി നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നു. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇത്തരം സസ്യജാലങ്ങളാണ് ഇലപൊഴിയും ആർദ്ര ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്നത്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തെക്ക് സാൽ, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോടടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇലപൊഴിയുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇവിടെ സാധാരണമാണ്. ഇനി ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. എന്താണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ? അടുത്ത ടോപ്പിക്കാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. 75 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവായി കാണപ്പെടുന്നത്. അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യജാലങ്ങളാണ് ഉള്ളത്.
അപ്പോൾ ഉഷ്ണമേഖലാ മുൾക്കാടുകൾ എന്ന് പറഞ്ഞാൽ 75 സെൻറ്റിമീറ്റർ താഴെ വാർഷികമായി ലഭിക്കുന്ന ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. അവിടെ കാണപ്പെടുന്ന പുൽവർഗ്ഗങ്ങളാണ് അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില പുൽവർഗ്ഗങ്ങൾ. പിന്നെ ഇവ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരു പ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലുമുള്ള സസ്യജാലമാണ്. ദക്ഷിണ പർവ്വത വനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണപർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളെ ഉള്ളവയെ എങ്ങനെയാണ് വിളിക്കുന്നത്? ചോലവനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിലേറെയും തനതിടത്ത് രൂപപ്പെടുന്നവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം. തനതിട മണ്ണിനങ്ങളായി വഹിച്ചുകൊണ്ടുള്ള മണ്ണിനങ്ങൾ ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. ഉദാഹരണമാണ് കറുത്ത മണ്ണ്. എന്നാൽ നദികളോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങളെ വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്നു വിളിക്കുന്നു. അപ്പം നദികളിലൂടെയും കാറ്റിലൂടെയൊക്കെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്ത് നിക്ഷേപിക്കുന്നതിനെ മണ്ണിനങ്ങൾ എന്ന് വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നു. ട്രാൻസ്പോർട്ടഡ് സോയിൽസ്, അതിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ്. ഇനി കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്ത് ബസാൾട്ട് ലാവാ ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ, പ്രധാനമായും കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ കറുത്ത മണ്ണിന് നമ്മൾ മുമ്പ് വേറൊരു പേര് പറഞ്ഞു അല്ലേ, റിഗർ സോയിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ചെമ്മണ്ണ്, റെഡ് സോയിൽ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണെന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നു. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. അപ്പോൾ ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. അടുത്തതാണ് ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ കൃഷിക്ക് യോഗ്യമല്ല എങ്കിൽ പോലും തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകളുടെ കൃഷിക്ക് ഇത് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ലാറ്ററൈറ്റ് മണ്ണ് പീഠഭൂമിയിലെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിൽ മുഖ്യമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണിനമാണ്. ഇനി പർവ്വതമണ്ണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വതമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടം, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വതമണ്ണ് അനുയോജ്യമാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പർവ്വതമണ്ണ്, ചെമ്മണ്ണ്, ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് ഇവയെല്ലാം
ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങളാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ, സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചെരുവുകൾ, മേൽമണ്ണിൻ്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകുന്നുള്ളൂ. പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. എന്നാൽ മലഞ്ചെരുവുകൾ തട്ടുകളാക്കി നെൽകൃഷിയടക്കം ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. കാപ്പി കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി പറയുന്നത്. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. കാപ്പി കൃഷിയുടെ ഏകദേശം 59%, കാപ്പി ഉൽപ്പന്നത്തിൻ്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. ഉൽപ്പാദനത്തിൽ ഏകദേശം 22%മായി കേരളമാണ് രണ്ടാം സ്ഥാനത്ത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. അറബിക്ക, റോബസ്റ്റ ഒക്കെ അപ്പോൾ എന്തിൻ്റെ സങ്കരയിനമാണെന്ന് ചോദിച്ചാൽ അത് കാപ്പിയാണ്. അറബിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി തേയിലയെക്കുറിച്ച് പറഞ്ഞാൽ, പീഠഭൂമിയിൽ തേയില കൃഷിക്ക് പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരയുടെ നിലയുമാണ്. ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൻ്റെ 25%, തോട്ടവിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നു. ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷികൾ ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബ ബുധാനാണ് അറേബ്യയിൽ നിന്നും 7 കാപ്പിക്കുരുകൾ ഇന്ത്യയിലെത്തിച്ചത്. കർണാടകത്തിലെ ചിക്കമംഗളൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബുദ്വാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്ന് കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ വികസിച്ചു. ഇനി കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷിയുള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയൊരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഇവിടുത്തെ അനുകൂല ഘടകങ്ങളാണ് പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസിൻ്റെ അംശം. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിൽ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. രാജ്യത്ത് ആകെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ഗുജറാത്ത്, 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. അപ്പം ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങി ധാരാളം അലോഹ വസ്തുക്കളാൽ സമൃദ്ധമാണിവിടം. ധാതുവിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതുമേഖലകളായി തിരിക്കാം. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. ഏറ്റവും വലിയ ധാതുമേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഫ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ,
കൽക്കരി, അഫ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. ഇനി ദക്ഷിണ മേഖലയിലാകട്ടെ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെട്ട ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മേഖല പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവ ധാരാളമായി കാണപ്പെടുന്നു. ഇനി വടക്കു പടിഞ്ഞാറൻ മേഖലയോ രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാൽ സമ്പന്നമാണ് വടക്കു പടിഞ്ഞാറൻ മേഖല. ഇനി നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവെ കൃഷിയോഗ്യമായ ഭൂപ്രകൃതിയും വൻകര യോഗ്യമല്ലാത്തൊരു ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയുമാണ്. കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. അവിടുത്തെ ജലസേചന സാങ്കേതിക സാധ്യതകളും മുൻനിർത്തി വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പാഠത്തിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഈ മണ്ണുകളെക്കുറിച്ച് പഠിച്ചത്, പരുത്തി, കാപ്പി, തേയില കൃഷികളെക്കുറിച്ച് പഠിച്ചതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ഈ പാഠത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ക്ലാസ് നിങ്ങൾ കേൾക്കുക, കേട്ട കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക, മുൻപുള്ള ക്ലാസ്സുകൾ കാണുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സും പഠിക്കുന്നതായിരിക്കും ഒരു ക്ലാസ്സിലൂടെ. അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്